ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാം. ഇത് പുതിയ മോഡൽ 2018 സ്വിഫ്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടറിലൊക്കെ വണ്ടി ഓടിക്കുന്ന അവസരത്തിൽ ഒരു കിടുക്ക് എന്നുള്ള ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഹമ്പ് നമ്മൾ ചാടുന്ന സമയത്ത് ഒരു ക്രക്ക് എന്നുള്ള ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെറിയ തരിപ്പുള്ള റോഡിലൊക്കെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കിടക്ക് അതായത് മെറ്റൽ ടു മെറ്റൽ അടിക്കുന്ന പോലത്തെ ഒരു ഫീല് കിട്ടുന്നത് കിടക്ക് എന്നുള്ള ഒരു ഫീല് കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് നമുക്ക് എന്താണെന്ന് നോക്കാം. കസ്റ്റമർ നമ്മളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷോക്ക് 2 ഇതേ സൗണ്ടിന് വേണ്ടിയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ലിങ്ക് റോഡുകൾ മാറിയിട്ടുണ്ട്. എന്നിട്ടൊന്നും സൗണ്ട് പോകുന്നില്ല എന്ന് പറഞ്ഞാണ് കസ്റ്റമർ നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്ത സമയത്ത് വണ്ടി ജാക്കിൽ വെച്ചിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് വീലിൻ്റെ പ്ലേ നോക്കുന്ന അവസരത്തിൽ നമ്മുടെ വീല് സെൻറ്റർ നിൽക്കുന്ന ഒരു പൊസിഷനിൽ നമ്മൾ വീല് ഷേക്ക് ചെയ്യുന്ന സമയത്ത് റാക്കിൻ്റെ പിനിയൻ്റെ സൈഡിൽ നിന്ന് നല്ല രീതിയിൽ കിടക്കെന്നുള്ള ആ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ വീൽ ഒരു ശകലം ഒടിച്ച് കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഷേക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സൗണ്ടില്ല. അതായത് സെൻറ്റർ പോർഷനിൽ, അതായത് വീല് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു പോർഷനിൽ കിടക്കെന്നുള്ള ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് നോക്കണം. സ്റ്റിയറിംഗ് ബോക്സ് ആണ് കംപ്ലയിൻറ്റ്. അപ്പോൾ സ്റ്റിയറിംഗ് ബോക്സ് നമ്മളിപ്പോൾ അഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അവസ്ഥയും കാര്യങ്ങളും നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് അഴിച്ച് വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത്. ഇതാണ് ഇതിൻ്റെ ചേസ്. ഇതിൻ്റെ ചേസിൻ്റെ മുകളിലാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട് ക്രോസ് ചേസ് നമ്മൾ അഴിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് അഴിച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ആ കാണുന്ന അതിൻ്റെ പഴയ സ്റ്റിയറിംഗ് ബോക്സ്, ഇത് നമ്മളിപ്പോൾ പുതിയതായിട്ട് ഫിറ്റ് ചെയ്ത സ്റ്റിയറിംഗ് ബോക്സാണ്. ചേസിലാണ് അതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് വരുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഷോക്കിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഷോക്ക് കസ്റ്റമർ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. പുതിയ ഷോക്കാണ് ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലിങ്ക് റോഡും പുതിയതാണ് ഇട്ടേക്കുന്നത്. നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലിങ്ക് റോഡും പുതിയതാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ആ സൈഡിൽ നമുക്ക് ഷോക്കിൻ്റെ അവസ്ഥ അതുപോലെ തന്നെ ലിങ്ക് റോഡും പുതിയതാണോ എന്ന് നോക്കാം. നമ്മൾ ഇവിടെ ഈ സൈഡിലും വരുമ്പോൾ ഇതിൻ്റെ ഷോക്ക് പുതിയതാണ് ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലിങ്ക് റോഡും പുതിയത് തന്നെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇനി ആ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ ആ ഒരു പോർഷനിൽ വരുന്ന ആ ഒരു സൗണ്ട് എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ചേസിൽ സ്റ്റിയറിംഗ് ബോക്സ് ഫിറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. അതുപോലെ തന്നെ MGP സ്റ്റിയറിംഗ് ബോക്സ് തന്നെയാണ് ഇത് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ പാർട്ട് നമ്പറും കാര്യങ്ങളും ഇതാണ് ഇതിൻ്റെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പുതിയ സ്റ്റിയറിംഗ് ബോക്സ് പഴയ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ അവസ്ഥ നമുക്ക് നോക്കാം. അതായത് നമ്മളിപ്പോൾ സ്റ്റിയറിംഗ് ബോക്സ് വെച്ചേക്കുന്നത് വീല് സെൻറ്ററിൽ നിന്നാൽ എങ്ങനെ ഇരിക്കും അതേ അവസ്ഥയിലാണ് സ്റ്റിയറിംഗ് ബോക്സ് നിൽക്കുന്നത്. അതായത് അങ്ങോട്ടുള്ള അകലവും ഇങ്ങോട്ടുള്ള അകലവും കറക്റ്റാണ്. നമ്മൾ വീല് സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു ആംഗിളായിരിക്കും സ്റ്റിയറിംഗ് ബോക്സ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇതിൻ്റെ പിനിയൻ്റെ ഭാഗത്തോട്ട് നമുക്ക് നോക്കാം. പിനിയൻ്റെ ഭാഗത്ത് നമുക്ക് കൈകൊണ്ട് 2 വിരൽ കൊണ്ട് നമുക്ക് തിരിക്കാൻ പാകത്തിന് ഇവിടെ പ്ലേ കാണുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും. ഇത് മൂവ് ആവുന്നത് നമ്മൾ ശരിക്കും കൈകൊണ്ടാണ് ഇത് തിരിക്കുന്നത്. ഈ ഒരു പ്ലേ, അതായത് നമ്മൾ 2 വിരൽ കൊണ്ട് ഈ ഒരു സ്റ്റിയറിംഗ് ബോക്സിൽ ഈ സെൻറ്ററിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മളിതിൽ വിരൽ കൊണ്ട് പ്ലേ ചെയ്യുന്ന അവസരത്തിൽ ഇങ്ങനെ മൂവ് ആവുന്നുണ്ട്. ഇങ്ങനെ ഒരിക്കലും മൂവ് ആവാൻ പാടില്ല. കാരണം നമ്മൾ വിരൽ കൊണ്ട് ഇങ്ങനെ ഒരു ടക്ക് എന്നുള്ള, അതായത് നമ്മൾ തിരിക്കുമ്പോൾ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന പോലെ, അതുപോലെ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന പോലെ ഉള്ള ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. 2 വിരൽ കൊണ്ട് നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും ആ ഒരു പ്ലേ വരുന്ന അവസരത്തിൽ. അപ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് ബോക്സ് ഒരു ശകലം ഒന്ന് തിരിക്കാം. ഇപ്പോൾ നമ്മളൊരു സ്റ്റിയറിങ് ഒരു ശകലം തിരിച്ചിട്ടുണ്ട്. അതായത് മീൻസ് സ്റ്റിയറിങ് നമ്മൾ തിരിക്കുമ്പോൾ സ്റ്റിയറിംഗ് ബോക്സ് ഒരു ശകലം അങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കൈകൊണ്ട്. പക്ഷേ ആ ടൈമിൽ നമ്മൾ കൈകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ബലത്തിലായിരിക്കും ഇത് തിരിയുന്നത്. നമുക്ക് ഈ 2 വിരൽ കൊണ്ട് ആ ഒരു ഭാഗത്ത് നമുക്ക് തിരിക്കാനായിട്ട് പാടായിരിക്കും. മീൻസ് ആ ഭാഗത്ത് നല്ല രീതിയിലുള്ള പ്ലേ റാക്കിന് ഉണ്ട്. അതുപോലെ തന്നെ ഡാമ്പർ പൊസിഷൻ കംപ്ലയിൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ പിനിയനും കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സെൻറ്റർ പോർഷൻ, വീല് നമ്മൾ സെൻറ്ററിൽ നിൽക്കുന്ന അവസരത്തിൽ, അതായത് സെൻറ്റർ പോർഷനിൽ നിൽക്കുന്ന അവസരത്തിൽ ആ ഒരു കിടുക്കെന്നുള്ള അടി വരുന്നത് ഈ ഒരു ഭാഗത്തു നിന്ന് റാക്ക് മുകളിലോട്ടും താഴോട്ടും പ്ലേ ആവുന്ന അവസരത്തിലാണ് ആ ഒരു സൗണ്ട് കേൾക്കുന്നത്. അത് സെൻറ്ററിൽ മാത്രമേ കിട്ടുകയുള്ളൂ. കാരണം നമ്മൾ വീല് ഒടിച്ച് വെച്ചിട്ട് നമ്മളിപ്പോൾ വീല് ജസ്റ്റ് ആ പ്ലേയുടെ ഭാഗം എവിടെയാണെന്ന് നോക്കാണ്ട് ഈ ഒരു ഭാഗത്താണ് ആ പ്ലേ വരുന്നത്. അതായത് വീല് സെൻറ്റർ നിൽക്കുന്ന ഭാഗത്താണ് ആ ഒരു പ്ലേ നമുക്ക് നല്ലതുപോലെ ഫീൽ ചെയ്യുന്നത്. നോക്കിയാൽ മനസ്സിലാവും. 2 വിരൽ കൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു സെൻറ്ററിൽ ഇതിൻ്റെ പിനിയന് തേയ്മാനമുണ്ട്. അതുപോലെ തന്നെ റാക്കിന് തേയ്മാനമുണ്ട്. റാക്ക് പുഷും പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അവസരത്തിൽ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് വെച്ചിട്ട്, ഇപ്പോൾ ഈ ഒരു പ്ലേ ഉള്ള പൊസിഷനാണ്. ഇപ്പോൾ സ്ട്രെയിറ്റ് വെച്ചിട്ട് നമ്മളിതിൻ്റെ ഡാമ്പർ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പ്ലേ
അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഈ ഒരു പ്ലേ മാറാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സ്റ്റിയറിംഗ് ബോക്സിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ, ഈ ഡാമ്പറിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ വീൽ ഓടിക്കുന്ന അവസരത്തിൽ സ്റ്റിയറിംഗ് ടൈറ്റ് ആവാൻ തുടങ്ങും. അതാണ് ഇതിനകത്ത് വരുന്ന മെയിനായിട്ടുള്ള ഒരു കാരണം. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ പുതിയ സ്റ്റിയറിംഗ് ബോക്സ് തന്നെ മാറുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വീല് ഒരു സൈഡിലോട്ടോ അല്ലെങ്കിൽ മറു സൈഡിലോട്ടോ ഓടിക്കുന്ന സമയത്ത് നമുക്ക് വീല് ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ വരും. അതായത് ഈ ഒരു പ്ലേയിൽ നമ്മൾ ഇപ്പോൾ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ ഡാമ്പർ നമ്മൾ ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇച്ചിരി തിരിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ ഓൾറെഡി ഇതിന് ചെറിയ ടൈറ്റായിട്ടാണ് വരുന്നത്. അങ്ങനെയാണ് സ്റ്റിയറിംഗ് ബോക്സ് വരുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ ആ നേരത്തെ ഇരുന്ന പൊസിഷനിൽ ഡാമ്പർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ടൈറ്റ് വരാൻ തുടങ്ങും. റിട്ടേൺ വരാത്ത ഒരു കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ സ്റ്റിയറിങ്ങിന് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അവസ്ഥ വരികയാണെങ്കിൽ സ്റ്റിയറിംഗ് ബോക്സ് കറക്റ്റായിട്ട് തന്നെ മാറ്റി വിടുക. ഇപ്പോൾ ഈ ഒരു പ്ലേയിൽ നമ്മൾ തിരിക്കുന്ന സമയത്ത് ആ ഒരു പ്ലേയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ ഫ്രീ പോർഷൻ വരുന്നതാണ് ഈ ഒരു പോർഷനിൽ, അതായത് വീൽ സെൻറ്റർ നിൽക്കുന്ന ഒരു പോർഷനിലാണ് ഈ ഒരു ഫ്രീ മൊമെൻറ്റ് വരുന്നത്. ഓക്കെ, ഈ ഒരു പോർഷനിൽ. പക്ഷേ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചാൽ ടൈറ്റ് ആയിരിക്കും, പ്ലേയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ തിരിച്ചാലും ആ ഒരു പ്ലേ കഴിഞ്ഞിട്ട്, ഇത് ആ പ്ലേ പോർഷനാണ്, ഈ പ്ലേ കഴിഞ്ഞിട്ട് തിരിച്ചാലും നമുക്ക് സ്റ്റിയറിങ് പ്ലേയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ സെൻറ്ററിൽ നിൽക്കുന്ന ഒരു അവസരമാണ് ഈ ഒരു പോർഷനിലാണ് ഈ ഒരു പ്രശ്നം കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അവസ്ഥ വരുവാണെങ്കിൽ സ്റ്റിയറിംഗ് ബോക്സ് തന്നെ മാറിവിടെ. കറക്റ്റായിട്ട് നമ്മൾ ഇപ്പോൾ വണ്ടി പൊക്കി വെച്ചിട്ട് നമ്മളിപ്പോൾ സ്റ്റിയറിംഗ് പ്ലേ ചെയ്ത് നോക്കുന്നത്, അത് സെൻറ്റർ പോർഷനിൽ നമ്മൾ പൊക്കി വെച്ചത്, അത് വീലൊരു ശകലം ഒടിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ട് അട്ടിക്കഴിഞ്ഞാൽ ആ പ്ലേ കിട്ടില്ല. അതായത് കറക്റ്റ് സെൻറ്ററിൽ വെച്ചാൽ ഇങ്ങനെയുള്ള അടിയുടെ പ്ലേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ തിരിക്കുന്ന സമയത്ത് പ്ലേ നോക്കുന്ന സമയം വീല് ശകലം ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ഒടിഞ്ഞിരിക്കുകയാണ്, ആ ടൈമിൽ നമ്മൾ പ്ലേ നോക്കുന്ന അവസരത്തിൽ റാക്കിലോ അല്ലെങ്കിൽ പിനിയലിലോ ഈ ഒരു പ്ലേ കിട്ടത്തില്ല. കാരണം വീല് സെൻറ്റർ നിൽക്കുന്ന അവസ്ഥ വരുമ്പോൾ നമ്മൾ ഷേക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്ലേ കിട്ടും. അപ്പോൾ ഈ ഒരു പ്ലേ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ഷോക്ക് അല്ലെങ്കിൽ ലിങ്ക് റോഡുകളും കാര്യങ്ങളൊക്കെ മാറ്റി വിടാനായിട്ട്. സ്റ്റിയറിംഗ് ബോക്സ് ഈ ഒരു സൗണ്ട് ഉണ്ടെങ്കിൽ സ്റ്റിയറിംഗ് ബോക്സ് കറക്റ്റായിട്ട് തന്നെ മാറ്റി വിടുക. കട്ടറിൽ പോകുമ്പോഴായിരിക്കും ഈ ഒരു സൗണ്ട് കൂടുതലായിട്ട് കിടക്കിടാന്നുള്ള അടിയും കാര്യങ്ങളും വരുന്നത്. മീൻസ് ഈ നമ്മൾ കട്ടറിൽ പോകുമ്പോൾ ഈ ഒരു പ്ലേ അവിടെ ഈ ഒരു ഫ്രീ മൂവ്മെൻറ്റ് അവിടെ നിൽക്കുന്നത് കൊണ്ട് ഡാമ്പർ ഫ്രീ ആയിട്ട് നിൽക്കും, റാക്കും ഫ്രീ ആയിട്ട് നിൽക്കും. അപ്പോൾ റാക്ക് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന സൗണ്ടാണ് കിടക്കെന്നുള്ള സൗണ്ട് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ബൂട്ട് ഈ ഭാഗത്ത് വരുന്നതാണ്, ഇത് ഇടാനായിട്ട് മറക്കരുത് നമ്മൾ സ്റ്റിയറിംഗ് ബോക്സ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ പഴയ സ്റ്റിയറിംഗ് ബോക്സിന് ഈ ബൂട്ടിന് പൊട്ടലോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് തന്നെ മാറ്റി വിടുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് മഴയത്തൊക്കെ വെള്ളം ഇതിനകത്ത് ഇറങ്ങിയിട്ട് ഇതിൻ്റെ റാക്ക് പോകാനുള്ള ചാൻസും കാര്യങ്ങളും ഉണ്ട്. നല്ല രീതിയിൽ പിന്നീട് സ്റ്റിയറിംഗ് ബോക്സ് മാറേണ്ട അവസ്ഥയും കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ ഫിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ചേസ് കയറ്റാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ആ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. അതിൽ വീല് സ്ട്രെയിറ്റ് നിൽക്കുന്ന അവസരത്തിൽ നമുക്ക് വീലിന് പ്ലേ നല്ല രീതിയിൽ നമ്മൾ പ്ലേ ചെയ്തതിനെ ക്ലിക്ക് എന്നുള്ള സൗണ്ട് കിട്ടും. പക്ഷേ ഒരു ശകലം ലെഫ്റ്റിലോട്ടോ ശകലം റൈറ്റിലോട്ടോ ഒടിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ഫീല് ആ ഒരു പ്ലേ നമുക്ക് കിട്ടത്തില്ല. നമ്മൾ വിചാരിക്കും ലിങ്ക് റോഡായിരിക്കും എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഷോക്കാന്ന് വിചാരിക്കും, ഈ സാധനങ്ങളൊക്കെ മാറുക, അല്ലെങ്കിൽ ഓവറാം മാറിവിടും. എന്നാലും ആ സൗണ്ട് മാറില്ല. അപ്പോൾ വീൽ കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ കിടക്കെന്നുള്ള ഫീല് നമുക്ക് ആ ഒരു സ്റ്റിയറിംഗ് ബോക്സിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് സ്റ്റിയറിംഗ് ബോക്സിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അല്ലാതെ വീല് പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ ഓവറാമിൻ്റെ വരാം. അതുപോലെ തന്നെ ലിങ്ക് റോഡ് നമ്മൾ പ്ലേ ചെയ്താൽ കിട്ടില്ല, നമ്മൾ അടിച്ചു നോക്കിയാൽ മാത്രമേ ലിങ്ക് റോഡിൻ്റെ ആ ഒരു പ്ലേ നമുക്ക് കിട്ടുള്ളൂ. ലിങ്ക് റോഡും ഇതേപോലെ തന്നെ കട്ടറിൽ പോകുമ്പോൾ കിടക്കെന്നുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ലിങ്ക് റോഡിന് കിട്ടും. അതേപോലെ തന്നെ സ്റ്റിയറിങ്ങും ലിങ്ക് റോഡും അതേ സെയിം സൗണ്ട് പോലെയായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റിയറിംഗ് സ്ട്രെയിറ്റ് വെച്ചിട്ട് പ്ലേ ചെയ്ത് നോക്കുക, സൈഡിലോട്ട് വെച്ചിട്ട് പ്ലേ ചെയ്ത് നോക്കുക, പ്ലേ ഏത് പോർഷനിലാണ് നമുക്ക് ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ പ്ലേ കറക്റ്റായിട്ട് കിട്ടുന്നതെന്ന് നോക്കുക. സ്റ്റിയറിംഗ് ബോക്സ് ഈ ഒരു പ്ലേ വരികയാണെന്നുണ്ടെങ്കിൽ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ സെൻട്രൽ പോർഷനിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയർ ആവും. പക്ഷേ നമ്മൾ വീൽ ഓടിക്കുന്ന സമയത്ത് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ വീൽ ഓടിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റിയറിംഗ് ടൈറ്റായിട്ട് പോകും. അതുപോലെ തന്നെ ഓട്ടത്തിൽ റിട്ടേൺ വരാത്ത അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്റ്റിയറിംഗ് ബോക്സ് കറക്റ്റായിട്ട് തന്നെ ഈ ഒരു കേസാണെങ്കിൽ സ്റ്റിയറിംഗ് ബോക്സ് കറക്റ്റായിട്ട് തന്നെ മാറ്റിവിടും. അപ്പോൾ മാരുതി സുസുക്കി പുതിയ മോഡൽ സ്വിഫ്റ്റിൻ്റെ ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ സൗണ്ടിനെ കുറിച്ച്, കട്ടറിൽ പോകുമ്പോൾ ഉള്ള സൗണ്ടിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.